ഇറാൻ ഇസ്രായേൽ സംഘർഷം ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ചില അതിശയിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ 5 പ്രധാന ഇസ്രായേലി സൈനിക താവളങ്ങളെ തകർത്തെന്നാണ് ബ്രിട്ടീഷ് മാധ്യമമായ ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പങ്കിട്ട ഉപഗ്രഹ ഡാറ്റ ഉദ്ധരിച്ചാണ് ആക്രമണ വിവരം അവർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ലോകത്തെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തിനുണ്ടായ തിരിച്ചടി സംബന്ധിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ ഇതാദ്യമായി ഇസ്രായേൽ അനുകൂല മാധ്യമത്തിലൂടെ പുറത്തുവരുന്നു എന്ന പ്രത്യേകതയും ഈ വെളിപ്പെടുത്തലിലുണ്ട്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ താവളങ്ങളിലും മറ്റ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും നടന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സൈനിക സെൻസർഷിപ്പ് നിയമങ്ങൾ കാരണം ഇസ്രായേലിൽ പ്രസിദ്ധീകരിക്കുന്നത് തടഞ്ഞിരുന്നു എന്നാണ് മറ്റൊരു പ്രധാന മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ടെൽനോഫ് വ്യോമത്താവളം, ഗ്ലിലോട്ട് രഹസ്യാന്വേഷണ താവളം, സിപ്ലോറിറ്റ് ആയുധ നിർമ്മാണ താവളം എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ ഇറാന്റെ മിസൈൽ ആക്രമണം കനത്ത ആഘാതം ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ടെലിഗ്രാഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. 6 റോക്കറ്റുകളാണ് ഇസ്രായേലി സൈനിക താവളങ്ങളിൽ വന്ന് പതിച്ചിരിക്കുന്നത്. കൂടാതെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് വൻ പ്രഹരശേഷിയുള്ള മറ്റ് 36 മിസൈലുകളും ഇസ്രായേലിനുള്ളിൽ വന്ന് പതിച്ചതായും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇത് ഇസ്രായേലിൽ 28 പേരുടെ മരണത്തിനിടയാക്കുകയും 240 കെട്ടിടങ്ങൾക്കും 2 സർവകലാശാലകൾക്കും ഒരു ആശുപത്രിക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനുമായി 12 ദിവസം നീണ്ടുനിന്ന ഈ യുദ്ധം 13,000-ലധികം ഇസ്രായേലികളെ ഭവനരഹിതരാക്കുകയും ചെയ്തതായും ടെലിഗ്രാഫിന്റെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 500ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചെങ്കിലും അതിൽ നല്ലൊരു വിഭാഗവും തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായും റിപ്പോർട്ടിൽ പറയുന്നു. 12 ദിവസത്തെ യുദ്ധത്തിനിടയിൽ 1100 ഡ്രോണുകളാണ് ഇറാൻ ഇസ്രായേലിന് നേരെ വിക്ഷേപിച്ചിരുന്നത്. ഇസ്രായേലും അമേരിക്കയും ഒട്ടേറെ മിസൈലുകൾ പ്രതിരോധിച്ചുവെങ്കിലും ഓരോ ദിവസം കഴിയുന്തോറും പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് എത്തുന്ന ഇറാൻ മിസൈലുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നതായും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. യുദ്ധത്തിന്റെ 7ാം ദിവസത്തോടെ ഏകദേശം 16% മിസൈലുകൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് എത്തിയെന്നാണ് ഡാറ്റകളെ ഉദ്ധരിച്ച് ദ ടെലഗ്രാഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ മിസൈലുകൾ ഇടയ്ക്കിടെ മാറി പ്രയോഗിച്ചതും ഇസ്രായേലിന്റെ പ്രതിരോധത്തിൽ വിള്ളൽ വീഴാൻ കാരണമായി. അതും ടെലഗ്രാഫിന്റെ റിപ്പോർട്ടിലുണ്ട്. യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബ് കൂടുതൽ മിസൈലുകളിൽ ഉപയോഗിച്ചതായി നേരത്തെ തന്നെ IDF-ഉം സ്ഥിരീകരിച്ചിരുന്നു. അത് ഇസ്രായേലിൽ കൂടുതൽ ആഘാതം ഏൽപ്പിച്ചതായും വിലയിരുത്തപ്പെടുന്നു. ഇനി ഇറാനെ തൊട്ടാൽ സംഭവിക്കാൻ പോകുന്ന തിരിച്ചടിയിൽ ഇസ്രായേൽ എന്ന രാജ്യം സ്തംഭിപ്പിക്കും എന്നാണ് ഇറാൻ കമാൻഡർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഭാവിയിലെ ഏത് ആക്രമണങ്ങൾക്കും ഇറാന്റെ വകയായിട്ട് നിർണായക പ്രതികാരം ഒരുക്കുമെന്നാണ് ഇറാൻ സായുധ സേനാ ജനറൽ അബ്ദുൾ റഹീം മൗസവി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.